1,00,000-ലേറെ കള്ള വോട്ടുകളുടെ കണക്കാണ് പുറത്തു വന്നത്. ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ശ്രീമാൻ രാഹുൽ ഗാന്ധി കണ്ടുപിടിച്ചത് ഒരൊറ്റ മണ്ഡലത്തിൽ നിന്നും കണ്ടെത്തിയത് 11,965 കള്ള വോട്ടുകൾ, 40,000-ന് മുകളിലെ ഫേക്ക് ആൻഡ് ഇൻവാലിഡ് അഡ്രസ്സുകൾ, 10,452 ബൾക്ക് വോട്ടേഴ്സ്, അതായത് ഒരു വീട്ടിൽ നിന്ന് തന്നെ 50 അതിലധികമോ വോട്ടുകൾ ഉള്ളത്, 4,132 ഇൻവാലിഡ് ഫോട്ടോസ്, 33,692 വയസ്സായ ആളുകൾ പുതുതായി ചേർക്കപ്പെട്ടിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ആളുകൾ ഇന്നും നിയമപരമായിട്ട് ജീവിച്ചിരിപ്പില്ല. അവരൊക്കെ മരണപ്പെട്ടിരിക്കുകയാണ്. അവരുടെ സ്ഥാനത്ത് എവിടെ നിന്നോ വന്ന ഏതൊക്കെയോ ആളുകൾ വോട്ടർ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. കർണാടകയിലുള്ള ഒരു സ്ഥലത്ത് മാത്രം പരിശോധിച്ചപ്പോൾ കിട്ടിയതാണ്. ജനാധിപത്യം മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ല ജനാധിപത്യത്തെ കൊല ചെയ്യുകയാണ്. ഭരണപക്ഷത്തിരിക്കുന്ന നേതാക്കൾ പറയുകയാണ്, ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ ഇനിയും ചെയ്യും, നിങ്ങൾക്കൊക്കെ തൂങ്ങിച്ചത്തൂടെ എന്നുള്ള മനുഷ്യനെ ഭക്ഷണത്തിന്റെ പേരിൽ തെരുവിൽ കൊല ചെയ്യപ്പെട്ടപ്പോഴും, ദൈവങ്ങളുടെയും മതത്തിന്റെ പേരിൽ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടപ്പോഴും, നോട്ട് നിരോധിച്ച് ജനങ്ങളെ വലച്ചപ്പോഴും എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഇവർ അധികാരത്തിലെത്തുന്നു എന്ന് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇനിയും നിങ്ങൾ നിശബ്ദത തുടർന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യം കുഴിച്ചുമൂടപ്പെടേണ്ടി വരും. നാളത്തെ നിങ്ങളുടെ അടയാളവും കുഴിച്ചുമൂടപ്പെടേണ്ടി വരും.